എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് എന്റെ ഫിറ്റ്നസിനെ പറ്റിയാണ്. ഫിറ്റ്നസ് എല്ലാ ആളുകൾക്കും ആവശ്യമുള്ളതാണ്. ഫിറ്റ്നസ് ഒരു പ്രൊഫഷനായി എടുത്തവര് വ്യത്യസ്തമായ ഭക്ഷണ രീതികളും ഭക്ഷണ ക്രമീകരണങ്ങളും എക്സസൈസും ചെയ്യേണ്ടതാണ്. സപ്ലിമെന്റ്സിന് എന്തെങ്കിലും ഗുണം വരുന്നുണ്ടോ നമുക്ക് വർക്കൗട്ടിന്റെ ഇടയിൽ അല്ലെങ്കിൽ വർക്കൗട്ട് ടൈമിൽ നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം? പ്രീ വർക്കൗട്ട്, ഡ്യൂറിങ് വർക്കൗട്ട്, പോസ്റ്റ് വർക്കൗട്ട്, അങ്ങനെ 3 സെഗ്മെന്റ് ആയിട്ട് നമുക്ക് സപ്ലിമെന്റ്സിന് എടുക്കാം. മോർണിംഗ് വർക്കൗട്ട് ആണോ അതോ ഈവനിങ് വർക്കൗട്ട് ആയിരിക്കും നല്ലത്? അത് വളരെ പേഴ്സണലാണ്. നിങ്ങളുടെ പേഴ്സണൽ ആണെങ്കിൽ നിങ്ങൾക്ക് എനർജി ലെവൽ എപ്പോഴും ഉണ്ടാവും. എന്റെ എപ്പോഴുള്ള ഡൗട്ടാണ്, സ്ത്രീകൾക്ക് പ്രോട്ടീൻ ഇൻടേക്ക് ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ എത്രത്തോളമാണ് അവർക്ക് പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കേണ്ടത്? പുരുഷന്മാർക്കുള്ള പോലെ തന്നെ സ്ത്രീകൾക്കും പ്രോട്ടീൻ ഇൻടേക്ക് ആവശ്യമാണ്. സ്ത്രീകള് ഞാൻ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നില്ല, എനിക്ക് പുരുഷന്മാരെ പോലെ മസില് വേണ്ട, അങ്ങനെ ഒരു മിത്ത് ശരിയാണോ? ശരിക്കും പറഞ്ഞാല് തെറ്റാണ്. പല വർക്കൗട്ടുകളുണ്ടല്ലോ, ആ വർക്കൗട്ടുകളിൽ ചില പാർട്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഉദാഹരണം പറയാമെന്ന്, എനിക്ക് ഷോൾഡർ ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം എനിക്ക് ഷോൾഡർ ഭയങ്കര ടൈറ്റ്നെസ് എനിക്ക് ഫീൽ ചെയ്യും. അത് നമ്മുടെ മസിൽ ഇഫക്റ്റീവ് ആവുന്ന ഒരു ലക്ഷണമാണ്. സാധാരണഗതിയിൽ സ്ട്രെച്ചസിൽ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റ് ചെയ്താൽ സപ്ലിമെന്റ്സിൽ ഇതൊക്കെ കുറയേണ്ടതാണ്. സ്റ്റിറോയിഡ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എഫക്ട് ചെയ്യുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ നമുക്കത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിന്റെ ഒരു അഭിപ്രായം എന്തായിരിക്കും? ഒരു വലിയൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ് സ്റ്റീവ് എടുത്തിട്ടിരിക്കുന്നത്. സ്റ്റിറോയിഡ് എന്നും ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. സാർ, ആസ് എ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് എന്റെ ഫിറ്റ്നസിനെ പറ്റിയാണ്. പക്ഷെ ഞാൻ എന്റെ ബോഡി നോക്കിയതും കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്തത് എന്റെ ഹെൽത്ത് അനുസരിച്ച്. അപ്പം എന്റെ വീഡിയോസ് കാണുന്നവരും എല്ലാം ആ രീതി ചെയ്യണമെന്നില്ല. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് ഏത് രീതിയിലായിരിക്കാം? ഫിറ്റ്നസ് എല്ലാ ആളുകൾക്കും ആവശ്യമുള്ളതാണ്. ഫിറ്റ്നസ് ഒരു പ്രൊഫഷനായി എടുത്തവര് വ്യത്യസ്തമായ ഭക്ഷണ രീതികളും ഭക്ഷണ ക്രമീകരണങ്ങളും എക്സസൈസും ചെയ്യേണ്ടതാണ്. ഫിറ്റ്നസ് ഒരു നോർമൽ ആയിട്ടുള്ള ആള് ചെയ്യേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങളും എക്സസൈസുകളും ഉണ്ട്. പ്രൊഫഷനായി എടുത്ത ആൾക്കാർ ഡിഫറെന്റ് ആണ്. ഇപ്പോ സ്റ്റീവ് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് ചോദിച്ചാൽ രണ്ടുപേരും ഒരുപോലത്തെ ഭക്ഷണം തന്നെയാണ്. പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, ഫൈബേഴ്സ്, ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ നമ്മൾ എല്ലാവരും കഴിക്കുന്നത്. ഏത് അളവിൽ കഴിക്കണം, എത്ര കഴിക്കണം, എന്ത് കഴിക്കുന്നതനുസരിച്ചിരിക്കും നമ്മുടെ ബോഡിയുടെ ട്രാൻസ്ഫോർമേഷൻ. എനിക്കിപ്പം 65 kg ഉണ്ട്. ഈ 65 kg എനിക്ക് എത്ര ഗ്രാം അല്ലെ എത്രയും പ്രോട്ടീന്റെ ആവശ്യമുണ്ട് ഒരു ഡേയില്? പ്രോട്ടീൻ എന്ന് പറയുന്ന ബോഡി ബിൽഡിംഗ് മെറ്റീരിയലാണ്. 1 gram per kg per day. 1 കിലോ ഉള്ള ഒരാൾക്ക് 1 gram പ്രോട്ടീൻ വേണം ഒരു ദിവസം. അതായത് സ്റ്റീവ് 65 കിലോ ഉള്ള ഒരാളാണെങ്കിൽ 65 gram പ്രോട്ടീൻ എങ്കിലും മിനിമം സ്റ്റീവിന്റെ ശരീരത്തിൽ കയറണം. അത് മിനിമം ആണ്. ഒരു മിനിമൽ വർക്ക്ഔട്ട് ചെയ്ത് അത്യാവശ്യം ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ 1.5 to 2 gram പ്രോട്ടീൻ per kg പ്രോട്ടീൻ എങ്കിലും കയറും. അതായത് 65 കിലോ ഉള്ള അല്ലെങ്കിൽ 70 കിലോ ഉള്ള സ്റ്റീവ് ഓൾമോസ്റ്റ് 125 to 150 grams പ്രോട്ടീൻ ഒരു ദിവസം കഴിക്കും. അപ്പൊ സാർ, അതുപോലെ തന്നെ നമുക്ക് ഈ സപ്ലിമെന്റ്സ് എന്ന് പറയുന്നല്ലോ, ഈ സപ്ലിമെന്റ്സിന് എന്തെങ്കിലും ഗുണം വരുന്നുണ്ടോ നമുക്ക് വർക്കൗട്ടിന്റെ ഇടയിൽ അല്ലെങ്കിൽ വർക്കൗട്ട് ടൈമിൽ നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം? പ്രീ വർക്കൗട്ട്, ഡ്യൂറിങ് വർക്കൗട്ട്, പോസ്റ്റ് വർക്കൗട്ട്, അങ്ങനെ 3 സെഗ്മെന്റ് ആയിട്ട് നമുക്ക് സപ്ലിമെന്റ്സിന് എടുക്കാം. ഇപ്പോ സപ്ലിമെന്റ്സ് പലപ്പോഴും എടുക്കുന്ന എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിൽ കിട്ടാതെ വരുന്ന സമയത്താണ് നമുക്ക് പലപ്പോഴും സപ്ലിമെന്റ്സ് എടുക്കേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ പ്രോട്ടീൻ ഈ ഒരു അളവ് നോർമൽ ലെവലിൽ എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു കോഴിമുട്ട കഴിച്ചാൽ വെറും 6 gram പ്രോട്ടീനെ കിട്ടുള്ളൂ. ആ കോഴിമുട്ടയ്ക്കകത്ത് മഞ്ഞെടുത്ത് കളഞ്ഞാൽ വെറും 2 gram പ്രോട്ടീനെ കിട്ടുള്ളൂ. അപ്പൊ 20 gram പ്രോട്ടീൻ മുട്ടയുടെ വെള്ളയിൽ നിന്ന് മാത്രം കിട്ടണമെങ്കിൽ 10 കോഴിമുട്ടയെങ്കിലും മിനിമം കഴിക്കണം. 20 ഗ്രാമിൽ കിട്ടുന്ന അങ്ങനെ വരുന്ന സമയത്ത് സപ്ലിമെന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സപ്ലിമെന്റ് പ്രോട്ടീൻ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ പ്രീ വർക്കൗട്ട് നമുക്ക് എനർജി തരുന്ന വർക്കൗട്ടുകളുണ്ട്, സപ്ലിമെന്റ്സ് ഉണ്ട്. പോസ്റ്റ് വർക്കൗട്ട് പ്രോട്ടീൻസ്, അതേപോലെ തന്നെ ക്രിയാറ്റിൻ കാര്യങ്ങളുണ്ട്, ഗ്ലൂട്ടമിൻ, സിങ്ക്, മഗ്നീഷ്യം, ഇതെല്ലാം നമുക്ക് വരുന്ന സപ്ലിമെന്റ്സ്. നമുക്ക് ക്രിയാറ്റിൻ യൂസ് ചെയ്യുമ്പോൾ ഹെയർ ഫോൾസ്, സ്കിന്നിന് എന്തെങ്കിലും ഡാമേജ്, അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുമോ എന്നുള്ളൊരു എൻക്വയറീസ് ആണ്. എല്ലാ സപ്ലിമെന്റ്സിനും പ്ലസും മൈനസും ഉണ്ട്. പക്ഷെ നോർമലി ക്രിയാറ്റിൻ വലിയൊരു ഹാംഫുൾ അല്ലാത്ത ഒരു സപ്ലിമെന്റ് ആയിട്ടാണ് എല്ലാ സ്റ്റഡീസും പറഞ്ഞിട്ടുള്ളത്. ക്രിയാറ്റിൻ എടുക്കുന്ന സമയത്ത് യൂഷ്വലി അത് മസിൽ റിക്കവറിക്ക് വേണ്ടിയാണ് വരുന്നത്. ഒരുവിധം എല്ലാ ഇന്റർനാഷണൽ അത്ലീറ്റ്സും യൂസ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആണ് ക്രിയാറ്റിൻ. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ക്രിയാറ്റിൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കിഡ്നിയുടെ പ്രവർത്തനവും മറ്റു പ്രവർത്തനങ്ങളും ഓക്കെ ആണ് എന്ന് ലാബ് ടെസ്റ്റ് വഴി ക്ലിയർ ചെയ്ത് ഒരു ഡോക്ടറുടെ ക്ലിയറൻസ് അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഡോക്ടർ, അതുപോലെ തന്നെ ഇതെന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, നമുക്ക് മോർണിംഗ് വർക്കൗട്ട് ആണോ അതോ ഈവനിങ് വർക്കൗട്ട് ആയിരിക്കും നല്ലത്? എന്റെ അഭിപ്രായത്തിലും സ്റ്റഡീസും പറയുന്നത് അത് വളരെ പേഴ്സണലാണ്. നിങ്ങളുടെ പേഴ്സണൽ ആണെങ്കിൽ നിങ്ങൾക്ക് എനർജി ലെവൽ എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ ഞാൻ രാവിലെ ഏർലി മോർണിംഗ് എഴുന്നേൽക്കുന്ന ഒരാളാണ്. എന്റെ എനർജി ലെവൽ ഏറ്റവും അധികം രാവിലെയാണ്.
നേരെ മറിച്ച് രാവിലെ എഴുന്നേക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തുള്ള ആളുകൾ തള്ളിപ്പിടിച്ച് രാവിലെ എഴുന്നേറ്റ് വർക്ക്ഔട്ട് ചെയ്യാൻ പോയാൽ ഒരിക്കലും അത് നന്നാവില്ല. എപ്പോഴാണ് നമ്മുടെ എനർജി ലെവൽ ഏറ്റവും കൂടുതലുള്ളത്, എപ്പോഴാണ് നമുക്ക് വർക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം, കൂടുതൽ സമയം ശ്രദ്ധിച്ച് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന സമയം എപ്പോഴാണോ ആ സമയങ്ങളിൽ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പലരും രാത്രി വർക്ക്ഔട്ട് ചെയ്ത് മിസ്റ്റർ ഒളിമ്പിയ ആയവരുണ്ട്, പകൽ വർക്ക്ഔട്ട് ചെയ്ത് മിസ്റ്റർ ഒളിമ്പിയ ആയവരുണ്ട്. അപ്പൊ അതിലൊരു ഡിഫറൻസ് അതിനകത്ത് കാര്യമായി ഇല്ല. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഒരു കഴിഞ്ഞ ഒരു 5 വർഷത്തിന്റെ ഉള്ളിലായിട്ടും ഇതിനിടയിലായിട്ടുമാണ് ഒരുപാട് അറ്റാക്സുകൾ കാണുന്നുള്ളത്. നമ്മൾ ജിമ്മിൽ വർക്കൗട്ടിന്റെ ഇടയിലാണേലും പുറത്താണേലും ഒരുപാട് കുട്ടികളാണേലും കുറഞ്ഞ ഏജിലുള്ളവരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മരിച്ചുകൊണ്ടിരിക്കുന്നത്, ജിമ്മിൽ വെച്ചാണേലും പുറത്ത് വെച്ചിട്ടാണേലും. അപ്പം അതിനൊരു വർക്കൗട്ട് ഒരു ഘടകമാണോ നമുക്കൊരു വളരെ നല്ലൊരു ചോദ്യമാണ്. പലപ്പോഴും നമ്മൾ ഈവൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഫിഫയുടെ ഫുട്ബോൾ പ്ലേയേഴ്സ് പോലും ഗ്രൗണ്ടിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അത് എടുത്തു പറയാൻ ഒരു ഫാക്ടർ മാത്രമല്ല, പല ഫാക്ടേഴ്സും അതിന് കാരണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അണ്ടർലൈങ് ഉള്ള ഹെൽത്ത് ഇഷ്യൂസ്, ചിലപ്പോൾ നമ്മുടെ ജന്മം മൂലമുള്ള ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ, തലച്ചോറിനകത്തുള്ള ചില രക്തധമനികൾ പൊട്ടിക്കഴിഞ്ഞാൽ ഹൃദയത്തിലുണ്ടാകുന്ന ശക്തിയായ വ്യതിയാനങ്ങൾ, ഇതൊക്കെ അങ്ങനത്തെ കാരണങ്ങൾക്ക് വഴിവരും. ചിലത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചിലത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത് വർക്കൗട്ട് കാരണമാണ് വന്നേ എന്ന് പറയുന്നത് തെറ്റാണ്. എന്നാൽ അമിതമായ വർക്കൗട്ടും ആവശ്യമില്ലാത്ത സപ്ലിമെന്റ്സും ഒക്കെ ഇതിന് ചിലപ്പോൾ വഴിയൊരുക്കുകയാണ്. അപ്പോൾ ഒരു ലോ ആയിട്ടിരിക്കുന്ന ഹ്യൂമൻ ബോഡി ഓവർ പ്രഷർ ചെയ്ത് വർക്കൗട്ട് ചെയ്യുമ്പോഴായിരിക്കാം ഇതുപോലുള്ള അറ്റാക്സുകൾ വരുന്നത്. സാധാരണഗതിയിൽ ഒരു ഹ്യൂമൻ ബോഡിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറം നമ്മൾ എക്സസൈസിൽ പൊതുവെ പോവാറില്ല. പോവും ഒരു പാനിക് സിറ്റുവേഷൻ, നമ്മൾ ആലോചിക്കണം, ഒരു ബിൽഡിങ്ങിൽ തീ പിടിച്ചു, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ബിൽഡിങ്ങിനകത്തുണ്ട്, നമ്മളെ തന്നെ മറന്ന് അയാളെ രക്ഷപ്പെടുത്താൻ നമ്മൾ ഫിസിക്കൽ എക്സസൈസിലേക്ക് പോകും. യൂഷ്വലി സാധാരണ എക്സസൈസുകളിൽ അത് വരില്ല. കോമ്പറ്റേറ്റീവ് നമ്മുടെ സ്പോർട്സിൽ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് ഹൃദയാഘാതം വരുന്ന അമിതമായ വർക്കൗട്ടാണോ കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഡോക്ടർ, ഞാനൊരു ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണെങ്കിലും എന്റെ എപ്പോഴുള്ള ഡൗട്ടാണ്, സ്ത്രീകൾക്ക് പ്രോട്ടീൻ ഇൻടേക്ക് ആവശ്യമുണ്ടോ, ഉണ്ടെങ്കിൽ എത്രത്തോളമാണ് അവർക്ക് പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കേണ്ടത്? നല്ലൊരു ചോദ്യമാണ്. പുരുഷന്മാർക്കുള്ള പോലെ തന്നെ സ്ത്രീകൾക്കും പ്രോട്ടീൻ ഇൻടേക്ക് ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടീൻ ഇൻടേക്ക്, ബോഡി ബിൽഡിംഗ് മെറ്റീരിയലാണ് പ്രോട്ടീൻ ഇൻടേക്ക് 1 gram per kg പെർ ഡേ നമുക്ക് ആവശ്യമാണ്. സ്ത്രീകളും അതേ ലെവലിൽ തന്നെ മിനിമം പ്രോട്ടീൻ റിക്വയർമെന്റ് ചെയ്യണം. കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാരാണ് 1.5 gram വരെ പ്രോട്ടീൻ സ്ത്രീകൾക്കും ആവശ്യമുണ്ട്. സ്ത്രീകളുടെയും ഒരേപോലെ തന്നെയാണ്. മാത്രല്ല, ഞാൻ ഇങ്ങനെ കേട്ട് വരുന്നത്, ഇപ്പം സ്ത്രീകള് ഞാൻ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നില്ല, എനിക്ക് പുരുഷന്മാരെ പോലെ മസില് വേണ്ട, അങ്ങനെ ഒരു മിത്ത് ശരിയാണോ? ശരിക്കും പറഞ്ഞാല് തെറ്റാണ്. മസിൽ വേണ്ട, പുരുഷന്മാരെ പോലെ മസിൽ വേണ്ട എന്ന് പറഞ്ഞാൽ മസിൽ എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ളതാണ്. സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഫാറ്റ് ലെയർ കൂടുതലുള്ളതുകൊണ്ടാണ് ആ ഒരു ഫീമെയിൽ ബോഡി സ്ട്രക്ചർ വരുന്നത്. നമ്മുടെ ഫാറ്റ് ലെയർ കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ അകത്തെ മസിൽ, ഇപ്പോൾ ഡോക്ടർക്കായാലും മസിലുണ്ട്, എനിക്കും മസിലുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഫാറ്റ് ലെയർ കൂടുതലുള്ളതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ആ മസിൽ പുറത്ത് കാണാത്തത്. മസിൽ ട്രെയിനിങ് സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ, ഞാൻ പറയും കുറച്ചുകൂടി പുരുഷന്മാരെക്കാൾ കൂടുതൽ മസിൽ സ്ത്രീകൾക്ക് ആവശ്യമുണ്ട്. കാരണം പണ്ട് ചെയ്യുന്നത് പോലെ വേട്ടയാടി നടക്കുന്നവരല്ല പുരുഷന്മാർ, സ്ത്രീകളും അങ്ങനെയല്ല. പുരുഷന്മാരും സ്ത്രീകളും ഒരേ രീതിയിലുള്ള ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ജെൻഡർ ഈക്വാലിറ്റി ഒക്കെ ഉള്ള സമയമാണ്. നമ്മൾ എല്ലാ ജോലികളും പുരുഷനും സ്ത്രീ ഒരുപോലെ ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് പുരുഷനെ കുറച്ച് മസിൽ കൂടുതൽ ഇരിക്കണം, സ്ത്രീക്ക് കുറവ് വേണം എന്നുള്ളൊരു കോൺസെപ്റ്റ് തെറ്റാണ്. എനിക്ക് തോന്നുന്ന കൂടുതൽ ഇപ്പൊ അമ്മമാരെടുത്തു കഴിഞ്ഞാൽ കുട്ടികളെ കൂടുതൽ പിടിക്കുന്നത് അപ്പന്മാരെക്കാൾ കൂടുതൽ അമ്മമാരാണ് കുട്ടികളെ കൂടുതൽ കെയർ ചെയ്യുന്നത്. അപ്പൊ എല്ലാ ദിവസവും ഒരു 3 കിലോ 4 കിലോ 5 കിലോ ഒക്കെ എടുത്താണ് ഈ സ്ത്രീ നടക്കുന്നത്. അപ്പൊ അപ്പനേക്കാൾ കൂടുതൽ മസിൽ മാസ് വേണ്ടത് അമ്മയ്ക്കാണ്. 9 മാസത്തോളം ഒരു കുട്ടിയെ വയറ്റിലിട്ട് കൊണ്ടു കിടക്കാന്ന് പറഞ്ഞാലും അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാത്രല്ല, ഇന്നിപ്പം സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവരൊരു രാവിലേക്ക് 30 മിനിറ്റ് ഒക്കെ നടന്നിട്ട് വെറുതെ ഇങ്ങനെ നോർമലായിട്ട് നടക്കും, എന്നിട്ട് പറയാം ഓക്കെ ഇന്നത്തെ എക്സസൈസ് കഴിഞ്ഞു. അപ്പം എന്താണ് ഡോക്ടറുടെ അഭിപ്രായത്തിൽ അത്ര മതിയോ? ഒരു ദിവസത്തെ എക്സസൈസ് ചെയ്യാൻ നടത്തം കൊണ്ട് കഴിയാവുന്നതാണോ? സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്നതിന് തുല്യമാണ്. അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ് എങ്കിലും നടന്നാൽ മതി. 30 മിനിറ്റ് വെറുതെ ഒരു നടത്തം കൊണ്ട് മാത്രം നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിലുകളും ആക്ടിവേറ്റ് ആവുന്നില്ല, നമ്മുടെ ശരീരത്തിലെ എല്ലാ ജോയിന്റുകളും ആക്ടിവേറ്റ് ആവുന്നില്ല, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ മസിലുകളും ശക്തിപ്പെടുന്നില്ല. തീർച്ചയായിട്ടും മൊത്തം ശരീരത്തിന് എക്സസൈസ് ആവശ്യമാണ്. അതിലെ ഒരു ഭാഗം മാത്രമാണ് വാക്കിംഗ് എന്ന് പറയുന്നത്. നല്ല ശക്തി, നല്ല സ്ട്രെങ്ത് ട്രെയിനിങ്, മൊബിലിറ്റി എല്ലാം സ്ത്രീകളും പുരുഷനും ഒരുപോലെ ചെയ്യേണ്ടതാണ്. സ്ത്രീകളിൽ ഈ ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് എഫക്റ്റീവ് ആണോ? മീൻസ് അവർക്ക് അത് നല്ലതുപോലെ ചെയ്യാൻ പറ്റുമോ? എന്താണ് സ്ത്രീകളിൽ ഈ ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ടിന്റെ ഒരു ആവശ്യകത? തീർച്ചയായിട്ടും ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് നമ്മുടെ എൻഡ്യൂറൻസ് ലെവൽ കൂട്ടാനും നമ്മുടെ ഫിറ്റ്നസ് ലെവൽ കൂട്ടാനും വളരെ വളരെ നല്ലതാണ്.
പിന്നെ ഇതെല്ലാം നമ്മുടെ എന്ത് സ്പോർട്സിലാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, ഏത് തരത്തിലുള്ള ഫിറ്റ്നസ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നനുസരിച്ചിരിക്കും. ഇപ്പൊ ഞാൻ പറയാണ്, ഞാനൊരു ഓഫീസ് ജോലി മാത്രം ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് വലിയ ജോലികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്ക് അത് മതി. എന്നാൽ കൂടുതലായിട്ട് ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ട്രക്കിംഗ് പോകുന്ന ആളുകാരായിരിക്കും, നമ്മൾ തന്നെ ചിലപ്പോൾ കുടുംബത്തിലൂടെ ഒരു ടൂർ പോകുന്നതാവും, ചിലപ്പോൾ ഒരു ആന ഓടിക്കുന്ന സമയത്ത് ഓടേണ്ട ആവശ്യം വന്നേക്കാം. ഈ സമയത്തൊക്കെ നമുക്ക് ഫിറ്റ്നസ് വളരെ വളരെ ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് വളരെ നല്ലതാണ്. ഞാൻ നേരത്തെ സ്റ്റീവിനോട് പറഞ്ഞ പോലെ നമ്മുടെ ആദ്യത്തെ ഒരു ബേസ് ലെവൽ ഫിറ്റ്നസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അടുത്തൊരു ലെവലിലേക്ക് പോകണം മുന്നോട്ട്. ഈ പ്രഗ്നൻസി ടൈമിലുള്ള വർക്കൗട്ടിനെ കുറിച്ച് ഡോക്ടറിന് എന്താ പറയാനുള്ളത്? പണ്ട് മുതലേ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീകൾ. അപ്പം ആ ടൈമിലുള്ള വർക്കൗട്ട് ഇവർക്ക് എന്തെങ്കിലും ദോഷകരമാണോ അതോ ആവശ്യകതയുണ്ടോ? എന്താ ഡോക്ടറിന് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഡോക്ടർ പറഞ്ഞത് ഞാനൊന്ന് തിരുത്തിക്കോട്ടെ. പണ്ട് മുതലേ ഉള്ളൊരു ഇതെന്ന് പറയുന്നത് ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ട് നമ്മുടെ പൂർവികരെല്ലാവരും പണ്ട് എന്റെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള നെല്ല് കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രസവവേദന വന്ന് ചെന്ന് പ്രസവിച്ചു വന്ന് വീണ്ടും നെല്ല് കുത്തി തീർക്കുന്നുള്ളതായിരുന്നു. പണ്ടത്തെ സ്ത്രീകൾ കുറച്ചുകൂടി കൂടുതൽ ജോലികൾ ചെയ്തിരുന്നു, എന്നാൽ പ്രസവങ്ങളും ഒരു കുഴപ്പമില്ലാതെ നടത്തിക്കൊണ്ടിരുന്നിരുന്നു. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി പ്രസവ സമയത്ത് റെസ്റ്റ് ചെയ്യണം, ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് തോന്നുന്നത്. അത് തെറ്റാണ്. പ്രസവ സമയത്ത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതായ എക്സസൈസുകളും കാര്യങ്ങളും എല്ലാം ചെയ്യണം. ഒരു കാരണവശാലും പ്രസവ സമയം എക്സസൈസ് ചെയ്യാതെ ഇരിക്കേണ്ട ഒരു സമയമല്ല. എക്സസൈസ് ഒരു കോൺട്രാഇൻഡിക്കേഷൻ അല്ല പ്രഗ്നൻസി. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 3 മന്ത് വരെയൊക്കെയാണ്, ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാനുള്ളത്. അങ്ങനെയല്ല, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കോംപ്ലിക്കേഷൻ ഉള്ള പ്രഗ്നൻസീസ് ഉണ്ട്. ചില അതായത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കോംപ്ലിക്കേഷൻ ഉള്ള സ്ത്രീകൾ ആദ്യത്തെ ട്രൈമസ്റ്ററിലും എബോഷൻസിന് ചാൻസ് കൂടുതലായതുകൊണ്ടാണ് പലപ്പോഴും ആ സമയം ശ്രദ്ധിക്കാൻ പറയുന്നത്. നോർമൽ പ്രഗ്നൻസിയിൽ ഇതൊന്നും ഒരു മാറ്റർ അല്ല. ഡോക്ടർ, അതുപോലെ തന്നെ പല വർക്കൗട്ടുകളുണ്ടല്ലോ, ആ വർക്കൗട്ടുകളിൽ ചില പാർട്സ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഉദാഹരണം പറയാമെന്ന്, എനിക്ക് ഷോൾഡർ ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം എനിക്ക് ഷോൾഡർ ഭയങ്കര ടൈറ്റ്നെസ് എനിക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അടുത്ത വർക്കൗട്ട് ചെയ്യാൻ നേരത്തെ എനിക്ക് ആ ഒരു കൈയുടെ ഭാഗമേ നൂരാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സ്ട്രെച്ചിങ് കൊണ്ട് ഒരു പരിമിതിയുണ്ട്. അപ്പം അതിനുപരി എന്ത് ചെയ്യാൻ പറ്റും? നോർമലി നമ്മൾ ഏത് മസിൽ ട്രെയിൻ ചെയ്താലും അതിനൊരു മസിൽ സോർനെസ് അടുത്ത ദിവസം ഉണ്ടാവും. അത് നമ്മുടെ മസിൽ ഇഫക്റ്റീവ് ആവുന്ന ഒരു ലക്ഷണമാണത്. സാധാരണഗതിയിൽ സ്ട്രെച്ചസിൽ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റ് ചെയ്താൽ സപ്ലിമെന്റ്സിൽ ഇതൊക്കെ കുറയേണ്ടതാണ്. എന്നാൽ ചില മസിൽ ടൈറ്റ്നസിന് നമ്മളൊരു പ്രോപ്പർ ഫിസിയോ വഴി മസിൽ റിലീസും മസിൽ സ്ട്രെച്ചസും ആക്റ്റീവ് ആൻഡ് പാസീവ് സ്ട്രെച്ചസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് നമ്മൾ ഒരു ഇത്ര വർക്കൗട്ട് കഴിഞ്ഞാൽ നമ്മളൊരു ഫിസിയോ പോകും, അല്ലെങ്കിൽ വൺസ് ഇൻ 2 വീക്സ് നമുക്കൊരു ഫിസിയോ ചെന്ന് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് വഴി മസിൽ റിലീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മസിൽ റിക്കവറിക്കും മസിൽ ഗ്രോത്തിനും നല്ലതായിരിക്കും. ആഡിക്വറ്റ് സ്ട്രെച്ചസ് മസിൽ ആവശ്യമാണ്. അത് ആക്റ്റീവ് സ്ട്രെച്ചസ് കൊണ്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന പാസീവ് സ്ട്രെച്ചസ് മറ്റൊരാൾക്ക് നമുക്ക് ചെയ്തു തരാൻ പറ്റും. അപ്പൊ സ്റ്റീവിന് സ്ട്രെച്ച് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. വേറൊരാളുടെ സഹായത്തോട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യുക, വെള്ളം കുടിക്കുക. ഡോക്ടർ, അതുപോലെ തന്നെ ഈ കൊടവയറുള്ളവര് സൈക്കിൾ ചവിട്ടി അല്ലെ സൈക്ലിംഗ് ചെയ്താൽ അവർക്ക് അവരുടെ അപ്പർ ആയിരിക്കുമോ അതോ ലോവർ ആയിരിക്കുമോ ഏറ്റവും കൂടുതൽ അവർക്ക് എക്സസൈസ് ആയിക്കൊണ്ടിരിക്കുന്നത്? നോർമലി നമ്മൾ എന്ത് മസിൽ ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ആ മസിലിന് ട്രെയിനിങ് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ഓവറോൾ ഫാറ്റ് റിഡക്ഷൻ മൊത്തത്തിലാണ് വരുന്നത്. അതായത് ഒരു പോയിന്റ് റിഡക്ഷൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഏത് മസിലിനാണ് നമ്മൾ കൂടുതൽ ട്രെയിൻ ചെയ്യുന്നത്? ഇപ്പൊ സൈക്ലിംഗ് ചെയ്യുന്ന ഒരാളുടെ തീർച്ചയായിട്ടും ലെഗ്സിനായിരിക്കും, അപ്പർ ബോഡി വീക്ക് ആയിരിക്കും. പക്ഷെ ലെഗ് മാത്രം ട്രെയിൻ ചെയ്തുകൊണ്ട് സൈക്ലിംഗ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇല്ല. ഒരു അത്ലീറ്റ് ആണെങ്കിൽ, ഒരു സൈക്ലിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ കോർ സ്ട്രെങ്ത് ഇല്ലാതെ നമുക്ക് ഒരു സ്പോർട്സും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പൊ നമുക്കിപ്പോ ഒരു ഷോർട്ട് പുട്ട് എറിയുന്ന ഒരാൾക്ക് എന്നാ പിന്നെ കൈക്ക് മാത്രം ട്രെയിൻ ചെയ്താൽ മതി? അല്ല, അയാൾ കാലിലും ചെയ്യും, കൈക്കും ചെയ്യും, എല്ലാത്തിനും ചെയ്യും. ഹൈ ജമ്പ് ചെയ്യുന്ന ഒരാൾ ഒരുപാട് അപ്പർ ബോഡി വർക്കൗട്ട്സ് ചെയ്യണം ആ ജമ്പ് കിട്ടണമെങ്കിൽ. അപ്പൊ ഒരു ബോഡി പാർട്ട് കൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത്, ബോഡി എല്ലാം കണക്റ്റഡ് ആണ്. ഇതെല്ലാം ഒരു ചെയിനാണ്. അപ്പൊ ഒരു ചെയിനിന്റെ ഒരു കണ്ണി ലൂസ് ആയാൽ ചെയിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. സ്റ്റിറോയിഡ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ എഫക്ട് ചെയ്യുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ നമുക്കത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിന്റെ ഒരു അഭിപ്രായം എന്തായിരിക്കും? ഒരു വലിയൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ് സ്റ്റീവ് എടുത്തിട്ടിരിക്കുന്നത്. സ്റ്റീറോയിഡ് എന്നും ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. സ്റ്റീവിന്റെ പ്ലാൻ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തായി മാറാനാണ് സ്റ്റീവ് ഉദ്ദേശിക്കുന്നത്? ഒരു ഇന്റർനാഷണൽ ലെവൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ ഒരു മിസ്റ്റർ ഇന്ത്യയോ മിസ്റ്റർ യൂണിവേഴ്സോ മിസ്റ്റർ ഒളിമ്പിയ ആവാനാ സ്റ്റീവ് നോക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നാച്ചുറൽ ബോഡി ബിൽഡിംഗ് വഴി സ്റ്റീവിന് അത് കിട്ടില്ല. അതിന് സ്റ്റീറോയിഡ്സ്, അനബോളിക് സ്റ്റീറോയിഡ്സ് വന്ന ടെസ്റ്റോസ്റ്റെറോൺ പോലുള്ള കാര്യങ്ങൾ, ഗ്രോത്ത് ഹോർമോൺസ്, അങ്ങനെ പല കാര്യങ്ങളും സപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സൈസിലുള്ള ഒരു മസിൽ മാസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. സാധാരണക്കാരൻ സ്റ്റീറോയിഡ് എടുക്കണോ? തീർച്ചയായിട്ടും വേണ്ട. സാധാരണക്കാരന് നാച്ചുറൽ ലെവലില്
നല്ല ഭക്ഷണങ്ങളും ഗുഡ് സപ്ലിമെന്റ്സ്, നമ്മുടെ ഗുഡ് പ്രോട്ടീൻ സപ്ലിമെന്റ്സ്, ഗുഡ് ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ്, ഈ പറഞ്ഞ പോലെ മഗ്നീഷ്യം, സിങ്ക്, നമുക്ക് omega-3 ഫാറ്റി ആസിഡ്സ്, അങ്ങനെ ഉള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് സാധാരണക്കാരന് അവന്റെ ഫിറ്റ്നസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. സ്റ്റിറോയിഡ് ബെറ്റർ അവോയ്ഡ് ഫോർ എ നോർമൽ പേഴ്സൺ. മറ്റുള്ളവർ എടുക്കണോ വേണ്ടേ എന്ന് ഞാൻ കമന്റ് ചെയ്യുന്നതും ശരിയല്ല. സ്റ്റിറോയിഡ് എടുക്കുന്നതുകൊണ്ട് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ പല ബോഡി ബിൽഡേഴ്സും അതിലേക്ക് എടുക്കുന്നത്. കാരണം അവർ അതിനെ ഒരു ജീവിത മാർഗമാക്കി മാറ്റി. അതൊരു പ്രൊഫഷനാണ്. അപ്പൊ അവർക്ക് അത് നേടിയേ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ചിലപ്പോൾ അവർക്ക് സാധാരണ ലെവലിൽ ചെയ്താൽ അത് എത്തിപ്പെടാൻ പറ്റണം. ഓക്കെ സാർ, താങ്ക് യു.